ഹായ്, ഗുഡ് മോർണിംഗ്. എസ് ബി അരുളാലാണ്. രാവിലെ BRM ഷെഫീർക്കയുടെ ഒരു ദൃശ്യം കാണുകയായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ കാരണം അത് നിങ്ങളെയും കൂടി ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ എൻ്റെ കാര്യം കാണാൻ ഇനി ആരെ കാലും പിടിക്കാൻ എനിക്ക് യാതൊരു ഉളുപ്പും ഇല്ല എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ തെളിയിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. കണ്ട കണ്ടില്ലേ, കഴിഞ്ഞ ദിവസത്തെ മന്ന സമാധിയാണ്. മന്ന സമാധിയിൽ പങ്കെടുക്കാൻ പോയതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ അവിടെ പോയി അദ്ദേഹം ഒരു വിനീത ദാസനായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടു. കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മന്ന സമാധിയിൽ ഏതെങ്കിലുമൊക്കെ പ്രാദേശിക കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. ഈ സംസ്ഥാന തലത്തിലുള്ള ഏതെങ്കിലും നേതാക്കന്മാർ പോയിട്ട് വിനീത ദാസന്മാരായി, അതായത് നമ്മുടെ നാട്ടിൽ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് വരാൻ പോകുന്ന മന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയാവുന്ന വ്യക്തി ചെയ്യേണ്ട പ്രവർത്തനമാണ്. അവർ നയിക്കേണ്ടവരാണ്. അവർ ഈ സമൂഹത്തിൽ ചിലരെ സ്വന്തം കാര്യം കാണാൻ വേണ്ടി എങ്ങനെയാണ് കാല് പിടിച്ചതെന്ന് നിങ്ങൾ കണ്ടോ? നാണംകെട്ട ഇടപാടെന്നല്ല എന്താണ് പറയുന്നത്. ആരെ കാല് പിടിച്ചാലും എനിക്ക് അധികാരത്തിലെത്തണം. അതിന് ഇന്നലെ മുതൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരുടെ തിക്കിത്തിരക്കാണ് മന്നസമാധിയിൽ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോയി ഒരു സാമുദായിക നേതാവിനെ കാണുന്നത് തെറ്റൊന്നുമല്ല, അതിനെന്ത് ഞാൻ കുറ്റം പറയുന്നില്ല, വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ പോയി കാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? കാര്യം കാണാൻ എന്ത് ചെയ്യണം? ഞാൻ ആരെ കാലും പിടിക്കണം. ബാക്കി മറ്റേ വേർഡ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നില്ല, അത് ആപ്റ്റല്ല. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. സുകുമാരൻ നായരെ പോലെ ഒരാൾ ഒരു സാമുദായിക നേതാവാണ്. മന്ന സമാധി, മന്നത്തിൻ്റെ ഒരു ജന്മദിനത്തോടനുബന്ധിച്ചുള്ള അവിടെ പോയി പുഷ്പാർച്ചന നടത്താം. ഒരു സാമുദായികങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു വ്യക്തിയാണ്, അവരോട് സഹകരിക്കുന്ന വ്യക്തി എന്ന് തോന്നിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കി, എന്തൊരു അശ്ലീലമാണ് ആ ദൃശ്യം. കണ്ടില്ലേ? ഇതുകൊണ്ടാണ് താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ ചിലരെ നിയമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നത്. ഇടതുപക്ഷ അധികാരത്തിലിരിക്കുമ്പോൾ അങ്ങനെ താക്കോൽ സ്ഥാനത്ത് ആര് വരണം വരണ്ട എന്ന് അഭിപ്രായം പറയാൻ ആളില്ലാതെ പോകുന്നതും, കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അധികാര സ്ഥാനങ്ങൾ ആർക്കൊക്കെ വീതം വെച്ച് കൊടുക്കേണ്ടി വരും എന്നതിൻ്റെ പ്രശ്നം ഇവിടെയാണ്. ലീഗ് ആവശ്യപ്പെടുന്നതനുസരിച്ച് ലീഗിന് കൊടുക്കേണ്ടി വരും. കാര്യം തങ്ങളെ പോയി നിന്ന് ഇതുപോലെയാണ് ഇവർ എന്ത് ചെയ്ത് ഇത് ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുന്നത്. സുകുമാരൻ നായരടുത്ത്, വെള്ളാപ്പള്ളിയുടെ അടുത്ത്, എല്ലാവരടുത്തും ഈ അനാവശ്യ വിധേയത്വം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കാല് തൊട്ട് തൊഴുതിട്ടാണോ അയാൾ നല്ല വ്യക്തിയാണെന്ന് തെളിയിക്കേണ്ടല്ല. വ്യക്തി അയാളെപ്പോലെ തന്നെ ഞാനും ഒരു വ്യക്തിയാണ്. അയാൾക്ക് കുറച്ചുകൂടി സമുദായങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട്, അതിൻ്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് കാല് പിടിച്ചാൽ എനിക്കതുകൊണ്ട് ഗുണമുണ്ടാവും. അതുകൊണ്ട് ഉളുപ്പില്ലാതെ ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. ഇവിടുത്തെ വലിയ എന്തോ നെടുമങ്ങാടത്തെ തീപ്പൊരി എന്നാണ് പറയപ്പെടുന്നത്. നമ്മളൊന്നും കണ്ടിട്ടില്ല, ഇവരെ ഒരു കേസ് വിജയിച്ചതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഹിക്ക വണ്ടിയും പിടിച്ച് ഇവിടെ നിന്ന് അങ്ങ് മന്നം വരെ പോകാനുള്ള മാനസികാവസ്ഥ നോക്കണേ. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ കാല് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ NSSകാരോടും എനിക്ക് വോട്ട് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നതിനോളം മണ്ടത്തരം വേറെ ഉണ്ടോ ഹിക്ക എന്ന് ചോദിച്ചു പോവുകയാണ്. നാണക്കേടാണത്. കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്ന ചില നേതാക്കന്മാരൊക്കെ എത്രമാത്രം തരം താഴുന്നു എന്ന ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ തോന്നുകയാണ്. നിങ്ങൾ പോയി ആ വ്യക്തിയെ തൊഴുതിരുന്നെങ്കിൽ അസ്വാഭാവികതയെന്ന് തോന്നില്ല. പക്ഷേ കാലി പിടിക്കാൻ കാണിച്ച ആ മാനസികാവസ്ഥ എന്ത്? ഹിക്കയെ പറഞ്ഞ് അതായത് ഒരു കാരണവശാലും ഹിക്കയെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രോളണ്ട അല്ലെങ്കിൽ പരിഹസിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇമാതിരി കാഴ്ച കാണിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഉസ്താദാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. ഇന്ന് വരെ ഏതെങ്കിലും ഉസ്താദിൻ്റെ കാലം ഇതുപോലെ തൊട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉസ്താക്കന്മാർ തന്നെ ആലോചിച്ച് നോക്കും. കാര്യം കാണാൻ വേണ്ടി ഹിക്കയൊക്കെ ചെയ്യുന്ന നമ്പറുകളും അതിന് ക്യാമറ ഓൺ ചെയ്ത് അതിൻ്റെ മുന്നിൽ വെച്ച് ചിലരെ പ്രീതിപ്പെടുത്താൻ, പ്രീണിപ്പിക്കാനൊക്കെ ചെയ്യുന്ന ഇമാതിരി പ്രവർത്തനം രാഷ്ട്രീയത്തിന് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവരൊക്കെ ജനപ്രതിനിധികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും? ഇല്ലല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം ഗോഡ് ഫാദർമാരുണ്ടാകും. അതുകൊണ്ട് ഇത്തരം കാഴ്ചകളെല്ലാം സാമുദായിക നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പല വിഭാഗത്തിൽപ്പെട്ട പൗരപ്രമുഖരായിട്ടുള്ളവരുണ്ട്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ളവരുണ്ട്, അവരെയൊക്കെ കാണേണ്ടതല്ല. പക്ഷേ ഇമാതിരി പണി ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. 3 മാസങ്ങൾക്കപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ്റെ NSS അപ്പാ എന്നെ സഹായിക്കണേ, കാലിപ്പിടിച്ച് ഞാൻ കേണ അപേക്ഷിക്കണേ, അവിടുത്തെ വോട്ടെല്ലാം എനിക്കൊന്ന് മാറ്റിത്തന്നെ. ഇതുപോലെയായിരുന്നു VD സതീശൻ ചെയ്തിരുന്നത്.
പിന്നീട് അദ്ദേഹം ഈ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ കാര്യം കണ്ടതിന് ശേഷം കാലുമാറ്റം നടത്തിയ സാഹചര്യത്തിലാണ് സുകുമാരൻ നായർക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം പാലം കടക്കുന്നവരം അല്ലെങ്കിൽ പാലം കടക്കുവോളം നാരായണ എന്ന് വിളിക്കുന്നതിൻ്റെ ശൈലി എന്താണെന്നാണ് ആ കണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. ഇമാതിരി കോമഡികളുടെ കാലമാണ് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇനി കോൺഗ്രസ്സുകാരിൽ നിന്ന് നാട് നീളെ കാണാൻ പോകുന്നു എന്ന് പറയേണ്ടി വരികയാണ്.